നമസ്കാരം. പതിരും കതിരും. ആറ്റുകാൽ പൊങ്കാല വരുമ്പോൾ ചിപ്പി എവിടെയെന്ന് നാട്ടുകാർ അന്വേഷിക്കാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ മനോരമ ന്യൂസിൻ്റെ റിപ്പോർട്ടർ മറ്റൊരാളെ നമുക്ക് കാണിച്ചു തന്നു. ശോഭന ജോർജ്. എൻ്റെ സഹോദരനായ പിണറായി വിജയൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായിട്ടാണ് ഞാൻ ഇത്തവണയും പൊങ്കാലയിടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കൊഞ്ചുകയാണ് ശോഭന. പണ്ട് പത്മജ വേണുഗോപാൽ പൊങ്കാലയിടാൻ പോകുമ്പോൾ ചൂട്ടും കൊതുമ്പുമായി പിന്നാലെ പോകുന്നതായിരുന്നു ഈ ശോഭന ജോർജിൻ്റെ പ്രധാന പണി. അന്ന് കരുണാകരൻ പിതൃതുല്യനായിരുന്നു, മുരളിച്ചേട്ടൻ സഹോദരനായിരുന്നു. ഇപ്പോഴിതാ 80 വയസ്സുള്ള ഒരു സഹോദരനെ കിട്ടിയിരിക്കുന്നു ശോഭനയ്ക്ക്. പിതൃതുല്യനെന്ന് പറഞ്ഞാൽ പിണറായിക്ക് പ്രായം കൂടുതലുണ്ടെന്ന് ആരെങ്കിലും ചിന്തിച്ചാലോ? ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മാത്രമേ ഇപ്പോൾ ശോഭന ജോർജിനെ നമുക്ക് കാണാൻ കിട്ടുന്നുള്ളൂ. രാഹുൽ മാങ്കൂട്ട് പെണ്ണുകേസിൽപ്പെട്ടാലേ നമുക്ക് പത്മജ വേണുഗോപാലിനെ കാണാൻ കിട്ടൂ. ചില കാലത്ത് മാത്രമേ നമുക്ക് ചിലരെ കണ്ടുകിട്ടൂ എന്ന് സാരം. ചിപ്പിയും ശോഭനയും ആനിയും ഇല്ലെങ്കിൽ ചാനലുകൾക്ക് പൊങ്കാലയെടുപ്പ് പുകയില്ല. ഇതിനിടയിൽ ഡബിൾ എ റഹീം പൊങ്കാലയ്ക്കിടയിൽ കയറി മേയുന്നത് കണ്ടു. റഹീമിനിപ്പോൾ കുത്തിയിരിക്കാൻ സമയമില്ലാതായി. അന്താരാഷ്ട്ര വിഷയങ്ങൾ ചർച്ച ചെയ്യണം, യുദ്ധങ്ങൾ അവസാനിപ്പിക്കണം, പൊങ്കാലയുടെ നടത്തിപ്പ് ഏറ്റെടുക്കണം, പിന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ അധിക ചുമതല, കർണാടകയിലെ ബുൾഡോസർ രാജിനെതിരെ ഖേൻ യു എന്ന് പറഞ്ഞ് പൊരുതണം. അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ. ഇതിനിടെ റഹീം എന്തോ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതും കണ്ടു പൊങ്കാലയ്ക്കിടയിൽ. ഡിവൈഎഫ്ഐയുടെ ഓഫീസിൻ്റെ ഉദ്ഘാടനമാണോ അതോ ആറ്റുകാലമ്മയ്ക്ക് മുമ്പിൽ പണ്ടാരയടുപ്പിൽ തീ പകരുകയാണോ റഹീം ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല. സഖാക്കൾ നിറഞ്ഞു നിൽക്കുകയാണ് എവിടെയും. ശിവൻകുട്ടി പറയുന്നത് ആറ്റുകാൽ പൊങ്കാല കണ്ടുപിടിച്ചത് തന്നെ ഞാനാണ് എന്ന മട്ടിലാണ്. ആരും പാർട്ടിക്കൊടിയുമായി ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ ശിവൻകുട്ടി എന്താണ് പറയാതിരുന്നത്? ഡിവൈഎഫ്ഐ എന്നെഴുതിയ ബെന്നിനിട്ടാരും പൊങ്കാലയ്ക്ക് വരരുത് എന്ന്. 4 ആൾ കൂടുന്നിടത്ത് ദൈവമുണ്ട് എന്ന് പറയും പോലെ ആള് കൂടുന്ന സകലയിടങ്ങളിലും വെച്ചുവാണിപ്പക്കാരെ പോലെ സഖാക്കൾ തമ്പടിക്കുകയാണ്. ശോഭന വലതുകൈ കുലുക്കി ചുവന്ന കുപ്പിവള കാണിച്ചുകൊണ്ട് പറയുന്നത് ലാൽ സലാം എന്നാണ്. കണ്ടോ എൻ്റെ ചുവന്ന വള എന്നും ഏഷ്യാനെറ്റിനോട് പറയുന്നു. പൊങ്കാലയ്ക്ക് വന്ന ഈ സ്ത്രീ കാണിച്ച വേഷം കെട്ടലും ഗോഷ്ഠിയും എത്ര അരോചകമായി മാറിയിരിക്കുന്നു. കുട്ടി കൂത്താടിയാൽ കാണാൻ കൊള്ളാം, മുതുകൂത്താടിയാൽ എന്തിനു കൊള്ളാം. ശോഭനയുടെ കൊഞ്ചലും പറച്ചിലും കേട്ട് പിണറായി പോലും പറഞ്ഞു കാണും, നീ റോഡിലാണോ അതോ എൻ്റെ നെഞ്ചത്താണോ പൊങ്കാലയിട്ടത് എന്ന്. ലക്ഷക്കണക്കിന് ആളുകൾ പൊങ്കാലയിടാൻ വരുന്നതിനിടയിൽ ചാനലുകൾ ഇതുപോലെ ചിലരെ തിരഞ്ഞു നടക്കാറുണ്ട്. കേരളത്തിൻ്റെ പട്ടിണി മാറ്റിയത് എൻ്റെ സഹോദരൻ പിണറായി എന്നാണ് ശോഭന പറയുന്നത്. എന്തിനു വേണ്ടിയാണ് പൊങ്കാലയിടുന്നതെന്ന് ഭക്ത ഭഗവതിയോട് മാത്രമേ പറയാവൂ എന്നാണ് വിശ്വാസം. അത് ഭക്തരും ഭദ്രയും തമ്മിലുള്ള ഒരു നിശബ്ദ വിനിമയമാണ്. മുൻകൂട്ടി പറഞ്ഞാൽ ഫലം പോകും. മറിച്ച് വെടിവഴിപാടാണ് നടത്തുന്നതെങ്കിൽ വിളിച്ചു പറയുക തന്നെ വേണം. വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ ഫലം കുറയും. എന്നാൽ താൻ പൊങ്കാലയിടുന്നത് എന്തിനെന്ന് ചാനലുകാരോട് പറയുന്നതിൻ്റെ ലക്ഷ്യം ഭക്തിയല്ലെന്നും എന്തെങ്കിലും കാര്യസാധ്യമാണ് ലക്ഷ്യമെന്നും ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? പിണറായി വിജയന് ബുദ്ധിയുണ്ട്, ശക്തിയുണ്ട്, ആരോഗ്യമുണ്ട് എന്നൊക്കെയാണ് ശോഭന പറയുന്നത്. ബുദ്ധിയുടെ കാര്യമൊക്കെ ശോഭനയെക്കാളും കൂടുതൽ പിണറായി വിജയനെ അടുത്തറിയാവുന്ന സ്വപ്ന സുരേഷ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ശൈലജ പറഞ്ഞത് പിണറായി കേരളത്തിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് പിറക്കാതെ പോയ പൊന്നുമോനാണ് എന്നാണ്. അത് പറഞ്ഞു തീർന്നപ്പോഴേക്കും മട്ടന്നൂരിൽ നിന്നും പേരാവൂരിലേക്ക് ടീച്ചർക്ക് സ്ഥലം മാറ്റമായി. ശോഭനയ്ക്ക് ചിലപ്പോൾ ചെങ്ങന്നൂർ തന്നേക്കും. പൊങ്കാലയോടനുബന്ധിച്ച് അടുപ്പിന് ചുറ്റും നടന്ന ശോഭന ഒരു പിണറായി കുമ്മിയടി കൂടി അവതരിപ്പിക്കുമെന്ന് ഭയന്നുപോയി. അത്രയ്ക്കായിരുന്നു ആ വളകിലുക്കൽ. പിണറായിക്ക് വേണ്ടി ശോഭന ജോർജ് അർപ്പിച്ച പൊങ്കാല ഫലിക്കണമെന്നാണ് നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത്. ഖജനാവിലെ കാശെടുത്ത് ഇനിയും ചികിത്സയ്ക്ക് പോകാൻ ഇടയുണ്ടാകാതിരിക്കട്ടെ. എന്തായാലും നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ, ക്ലിഫ് ഹൗസിൻ്റെ വലിയ മതിൽക്കെട്ടിനുള്ളിൽ എത്ര പൊങ്കാലയടുപ്പുകൾ നിരന്നുവെന്ന് ആർക്കറിയാം. വെളുത്ത പുക അവിടെ നിന്നും വരുന്നത് പകർത്തിയിരുന്നെങ്കിൽ അതാകുമായിരുന്നു വലിയ വാർത്ത. ശിവൻകുട്ടിയും റഹീമും സഖാക്കളും നേരിട്ടിറങ്ങി നേതൃത്വം കൊടുത്ത ഈ പൊങ്കാല വൻ വിജയമായി. പക്ഷേ എന്തുകൊണ്ട് മാധ്യമങ്ങൾ കഴിഞ്ഞ 5 വർഷം പൊങ്കാല വിജയിപ്പിച്ച ആര്യ രാജേന്ദ്രൻ എവിടെയെന്ന് അന്വേഷിച്ചില്ല? എത്രയോ ചുടുകട്ടകൾ വാരിയ മേറുട്ടി വെറും 3 ഇഷ്ടിക കൊണ്ട് അടുപ്പ് കൂട്ടി എവിടെയെങ്കിലും പൊങ്കാലയിട്ട് കാണുമായിരിക്കും. പൊങ്കാലയിടാൻ വന്നവർ അങ്ങനെ അങ്ങ് സുഖിക്കണ്ട എന്ന് വാട്ടർ അതോറിറ്റി ചിന്തിച്ചതോടെ പലയിടത്തും വെള്ളം കൂടി മുടങ്ങി. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കോർപ്പറേഷൻ ഭരിക്കുന്നത് BJP ആണ്. അവരെ 10 തെറി വിളിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ഇതേപ്പറ്റി നമ്മുടെ വാടക വീരൻ പ്രശാന്ത് MLA പറഞ്ഞത് ഐരാണിമുട്ടത്ത് എയർ ടൈറ്റ് കാരണം പല പൈപ്പിലും വെള്ളം വന്നില്ല എന്നാണ്. അതെങ്ങനെയാവുക BJP ഭരിക്കുന്ന വാർഡുകളിൽ മാത്രം ഇങ്ങനെ എയർ ടൈറ്റ് ആവുന്നത്? അല്ലാത്ത പൈപ്പിലൊക്കെ ശറ പറന്ന് വെള്ളം ചീറ്റിയല്ലോ. മുഖ്യമന്ത്രി നിരവധി തവണ റിവ്യൂ മീറ്റിംഗ് ഒക്കെ നടത്തി അത്രേ. ഇപ്പം കാര്യങ്ങൾ മനസ്സിലായി. പൂരം മുടക്കുന്ന പുള്ളിക്ക് വെള്ളം കൂടി മുട്ടിക്കാൻ വല്ല പാടുമുണ്ടോ? എന്തൊക്കെ രാഷ്ട്രീയ നെറുകേടുകൾ കാട്ടിയാലും ശോഭനയെപ്പോലെയുള്ളവരുടെ പ്രാർത്ഥന കൊണ്ടും വഴിപാട് കൊണ്ടും പിണറായിക്ക് ദൈവകൃപയുണ്ട്.
കാണാം.